ഇന്നത്തെ യാത്ര നമ്മുടെ സ്വന്തം ഒറ്റപ്പാലത്തിനടുത്തുള്ള ചെറിയൊരു ഗ്രാമത്തിലെ പഴമയേറുന്ന ഒരു പുരാതന ക്ഷേത്രത്തിലേക്കാണ്. കൈലിയാട് ചളവറയ്ക്കടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം. ഈ കാണുന്ന പാടത്തിനിപ്പുറം വണ്ടി നിർത്തി പാടവരമ്പിലൂടെ നടന്നു പോകാനാണ് പ്ലാൻ ചെയ്തതെങ്കിലും സമയം അല്പം വൈകിയതുകൊണ്ട് കാറിൽ തന്നെ പാടം മുറിച്ച് കടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇരുവശത്തും പരന്നു കിടക്കുന്ന പാടങ്ങളും ദൂരെ തലയുയർത്തി അതിരുകാക്കുന്ന തെങ്ങിൻ തോപ്പുകളും കൗങ്ങിൻ തോട്ടങ്ങളും അതിനുമപ്പുറം മലകളും കുന്നുകളും ഒക്കെ കാണാം. നേരം വൈകിയതുകൊണ്ട് എളുപ്പത്തിൽ ശ്രീകോവിലിനകത്ത് കയറി ദർശനം നടത്തി ഞങ്ങൾ പുറത്തിറങ്ങി. കാലത്ത് 5:30 തൊട്ട് ഏകദേശം 9 മണി വരെയാണ് ഇവിടുത്തെ ക്ഷേത്ര ദർശന സമയം. ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഞങ്ങൾ ചുറ്റും ഒന്ന് നടന്നു കാണാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ നമ്മുടെ കണ്ണിൽ ഉടക്കുന്നത് ഇവിടുത്തെ വലിയ ക്ഷേത്രക്കുളമാണ്. ചുറ്റിലും തെങ്ങിൻ തോപ്പുകളും ഒരുപാട് കടവുകളും ഇഷ്ടംപോലെ മീനുകളുമുള്ള വലിയൊരു ക്ഷേത്രക്കുളം. പൊതുവെ ഗ്രാമഭംഗിക്ക് പേരുകേട്ട കൈലിയാട് ചളവറ ദേശത്തെ ഈ ക്ഷേത്രം ശരിക്കും നമ്മളെ ഒരുപാട് കാലം പിറകിലേക്ക് കൊണ്ടുപോകുന്ന പോലെ തോന്നും. നല്ലൊരു മഴക്കാലം കഴിഞ്ഞ് വെയിൽ പിടിച്ചിറങ്ങിയ ഈ ഒരു കാലാവസ്ഥയിൽ അമ്പലവും ചുറ്റുമുള്ള പരിസരങ്ങളുമെല്ലാം നല്ല പച്ചപ്പ് പുതച്ചിരിക്കുന്നു. കൈലിയാട് ചളവറ ഭാഗത്ത് നമ്മൾ കാണുന്ന മിക്ക സ്ഥലങ്ങളും പഴയ സത്യനന്ദിക്കാട് സിനിമകളിലൊക്കെ കണ്ടു മറന്നതുപോലെ തോന്നും. അത്രയ്ക്കും നാട്ടുഭംഗിയാണ്. പുനരുദ്ധാരണത്തിന്റെ പേരിൽ വെറും സിമന്റ് കെട്ടിടങ്ങളാക്കി അമ്പലങ്ങളെ മാറ്റുന്ന ഈ കാലത്ത് പഴമയും പ്രകൃതി ഭംഗിയും ഇന്നും അതുപോലെ നിലനിർത്തുന്ന ഇത്തരം ക്ഷേത്രങ്ങൾ വല്ലാത്തൊരു ആശ്വാസമാണ്. ക്ഷേത്രത്തിന്റെ ചുറ്റിലുമുള്ളതെല്ലാം ഇത്തരത്തിൽ പഴയ ഓടിട്ട തറവാട് വീടുകളാണ്. പേരറിയാത്ത ചെടികളും മരങ്ങളും ഒക്കെയായി വല്ലാത്തൊരു നൊസ്റ്റാൾജിക് കാഴ്ച. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ചെറിയ തോട്ടുപാലം ചാടിക്കടന്ന് വലിയ വരമ്പ് പിടിച്ച് നടന്നാൽ എത്തിച്ചേരുന്നത് ഒരു ചെറിയ കോവിലിലേക്കാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഇവിടെയും പ്രതിഷ്ഠ. എല്ലാ നാരായണീയം ദിവസങ്ങളിലും ഇവിടെ വിശേഷാൽ പൂജകളുണ്ട്. ഇവിടുത്തെ ഉത്സവത്തിന് ആനയും അമ്പാരിയും ഒക്കെ പാടം മുറിച്ച് കടന്നു വരുന്നത് കാണാൻ തീർച്ചയായിട്ടും എത്തണമെന്ന് ഞങ്ങൾ മനസ്സിലുറപ്പിച്ചു. ചെറിയ ശ്രീകോവിലിൽ തൊഴുതിറങ്ങിയ ശേഷം ഞങ്ങൾ വീണ്ടും പ്രധാന ക്ഷേത്രത്തിലേക്ക് നടന്നു. പ്രധാന ക്ഷേത്രത്തിൽ ഭഗവാൻ കൃഷ്ണനോടൊപ്പം പരമശിവനും ഗണപതിയും പിന്നെ ശ്രീകോവിലിന് പുറത്തായി നാഗങ്ങളുമാണ് ഉപപ്രതിഷ്ഠകൾ. ക്ഷേത്രദർശനം കഴിഞ്ഞ് തിരിച്ച് പാടവരമ്പ് മുറിച്ച് നടന്നു വരുമ്പോൾ അമ്മ സീതാർമുടി പുല്ല് കാണിച്ചു തന്നു. ഈ പുല്ലിനെ ഒരു കൈ മാത്രം ഉപയോഗിച്ച് മെടഞ്ഞു കെട്ടിവെച്ചാൽ നല്ലപോലെ നീണ്ട മുടി വളരും എന്നാണ് പഴമക്കാരുടെ വിശ്വാസം.
ഇങ്ങനത്തെ പഴമയുള്ള പുരാതന ക്ഷേത്രങ്ങളും പ്രകൃതിയും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ക്ഷേത്രം വന്ന് കാണുക. ഇവിടുത്തെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. പുതിയ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.